വീടുകൾ ഒത്തിരി പോയി കാണുന്നുണ്ട്. അപ്പോൾ വീടുകൾ വെക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. വലിയ ജോലി സാധ്യത കമോണ്ട് ഇവരുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് വീടുകൾ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. വെറൈറ്റികളായിട്ടുള്ള വീടുകൾ, വെറൈറ്റി കൺസ്ട്രക്ഷൻസ്, വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ ഒരു വേറൊരു സ്ഥലം, വേറൊരു പുതിയൊരു ടെക്നോളജി പരിചയപ്പെടുത്താനാണ് കൊണ്ടുവരുന്നുണ്ടോ? അതെ, നമ്മളെ വീടുകൾ ഒത്തിരി പോയി കാണുന്നുണ്ട്. അപ്പോൾ വീടുകൾ വെക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ. അതായത് പുതിയ പുതിയ വരുന്ന ടെക്നോളജി വീട് വെക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാന്നുള്ളതിൽ ഒരു എക്സാമ്പിളിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയത്. എല്ലാവർക്കും വീട് പണിയുന്നവർക്കല്ല, വീട് സ്ഥാപനങ്ങൾ, ഓഫീസുകളൊക്കെ പണിയുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് ശരിക്കും പറയാൻ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ്. മീൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങളോട് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ചെയ്ത വികാരം. നമ്മളൊരു ഓഫീസിലാണ് നിൽക്കുന്നത്. ഈ ഓഫീസിൻ്റെ വാൾ ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ നമ്മുടെ ടൈലല്ല, വാൾ സ്റ്റിക്കറല്ല, പെയിന്റ് ചെയ്ത് ഒന്നുമല്ല. ഇത് പോളി ഗ്രാനൈറ്റ് ഷീറ്റാണ്. നല്ല വാളില് എന്തിന്റെ ലുക്കാ തരുന്നേ? ഗ്രാനൈറ്റ് ഇട്ട പോലെ. വോളിൽ ഗ്രാനൈറ്റ് ഇടാന്നൊക്കെ പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്. നടക്കില്ല, വെയിറ്റ് ഉള്ള കാരണം വാൾസ് താങ്ങത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പോളി ഗ്രാനൈറ്റ് ഷീറ്റുകൾ നമുക്ക് ഭിത്തികൾ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചെലവിൽ നല്ല ഭംഗിയാക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് പോളി ഗ്രാനൈറ്റ് ഷീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള പല മോഡൽസിൽ. ഇത് നമ്മുടെ സൈഡ് വാൾസ്, റൂഫിങ്, സകല സംഭവങ്ങളും വീടിൻ്റെ ആയാലും ഓഫീസിനായാലും ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ പോളി ഗ്രാനൈറ്റ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് ആളുകളോട് ചോദിച്ചറിയാം. അല്ലേ രഞ്ജു? ക്യാമറ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. രാമനാട്ടുകര വൈദ്യരങ്ങാടിയിൽ പോളിഗ്രാനൈറ്റ് ഷീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ഓഫീസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ ഓഫീസാണ് ഇപ്പോൾ ഇത്ര മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് ഷംസുക്ക, ഇത് റിയാസ്ക. നമസ്കാരം, സ്വാഗതം. എന്താണ് ഈ പോളിഗ്രാനൈറ്റ് ഷീറ്റിന്റെ ഗുണം? പോളിഗ്രാനൈറ്റ് ഷീറ്റ് എങ്ങനെയാണ് ഒരു വീട് പണിയുമ്പോൾ ആളുകൾക്ക് മുതലാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വീടിന്റെ ഭംഗി കൂടുക, ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും, എന്താണ് ഇതിന്റെ മെച്ചം എന്നുള്ളത് ഒരു കാര്യം നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇത് നമ്മൾ ടൈല്, മാർബിളൊക്കെ നിൽക്കുന്ന അത്ര തന്നെ ഗ്യാരണ്ടിയിൽ നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ അത് നേരിട്ട് ഡയറക്റ്റ് നമുക്ക് ഭിത്തിയിൽ ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യാൻ ഞങ്ങൾ പശ തേച്ച് ഒട്ടിക്കുന്നു. ഈടെക്സിന് പകരം യൂസ് ചെയ്യുന്ന ഞങ്ങൾ ഈ ഒരു ഗമ്മാണ്. ഈടെക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗമ്മ്. ഇത് ഡോട്ട് ഇട്ട് കൊടുക്കും. ഈ ഗമ്മ് ഡോട്ട് ഇട്ട് കമ്പനി ഇറങ്ങുന്നത്, ഇതിന്റെ കൂടുതൽ ഇറങ്ങുന്ന ഗമ്മ വെയിറ്റ്ലെസ് ആണ്. 3mm തിക്നെസ് ആണ്. 3mm തിക്നെസ് ഉള്ള കണ്ട ഷീറ്റിന്റെ ഒരു പീസ്, ടൈലിന്റെ ഒരു പീസ് കിടക്കണ പോലെ തോന്നുള്ളൂ. അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ ആ ഫിനിഷിംഗ് കിട്ടുകയും ചെയ്യും. ഇതാണോ മെച്ചം? ശരിക്കും ടൈലാണോ നല്ലത്, അല്ലെങ്കിൽ വാൾ ഷീറ്റ് ആണോ, പെയിന്റിംഗ് ആണോ നല്ലത്? ടൈല് എന്ന് പറഞ്ഞാൽ ടൈല് പല ഇതിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബാത്റൂമൊക്കെ ടൈല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിന് കുറെ കഴിഞ്ഞാൽ ഈർപ്പം നേരെ ഭിത്തിയിലേക്ക് വരും. ആ ഭാഗമുള്ള ചുമരുകളിലൊക്കെ വെള്ളത്തിന്റെ ഇതുണ്ടാവും. ഇത് അങ്ങനത്തെ പ്രശ്നമില്ല. അത് ഫൈബർ കോട്ടിംഗ് ഉള്ളതിനോട് ഒരു വെള്ളത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അതിന് ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. സ്റ്റിപ്പ് ഇട്ട് ചെയ്യാം, ഗ്യാപ്പ് അടുപ്പിച്ച് ചെയ്യുക. അപ്പൊ ഒന്ന് സ്റ്റിപ്പ് ഇട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇതിലൊന്നും ഒരിക്കലും വെള്ളം ഇറങ്ങത്തില്ല. അപ്പൊ ഇവിടെ അതുപോലെ വേറൊരു പീസ്. ഇനി അതല്ല ജോയിന്റ് അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത്രയും ഫിനിഷിംഗ് ആയിരിക്കും. ഇതിപ്പോ നമ്മൾ സാധാരണ ഒരു വീട് വെക്കുമ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ വോളിൽ ടൈൽ ചെയ്യുന്ന സാധാരണ ബാത്റൂം, കിച്ചൺ, അങ്ങനെ ഏരിയകളിലൊക്കെ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂംസിനും ആപ്ലിക്കബിൾ ആണല്ലേ? റൂം ചെയ്യുന്ന ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള നമ്മുടെ വികൃതി പിള്ളേരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പേനയും കൊണ്ട് വരച്ച് അതുകൊണ്ട് വരച്ച് ഭിത്തിയൊക്കെ വൃത്തിയിടാൻ സാധ്യതയുണ്ടോ? ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. വാട്ടർ പ്രൂഫ് ആണ്. എത്ര വർഷം ഈ സംഭവം, ഈ പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്യും? ഇതൊരു 15 വർഷം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നു. കമ്പനി 15 വർഷം ഗ്യാരണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. അതിലും കൂടുതൽ നിൽക്കും എന്നുള്ളതാണ് ഈ ചെലവ് എത്ര? ഇത് എത്ര ഷീറ്റുകളൊക്കെ ഏതാണ് ഇതിന്റെ അളവ് വരുന്നത്? ഷീറ്റ് 8x4 ഷീറ്റ് വരുന്നത്. ഓക്കെ. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്ത് കുറെ കാലം കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് ഇപ്പൊ ഒരു കട
ഒരു കട എടുത്തിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത് ആ കട നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ നേരത്തെ നമുക്ക് മെറ്റീരിയൽ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ആ മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു മാറ്റിക്കൊണ്ട് പോവാം. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫ്ലൈവുഡിൻ്റെ മുകളിൽ ചെയ്യാം, കിച്ചൺ കബോർഡ് ചെയ്യാം, അതേമാതിരി തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലോർ ഒഴിച്ച് വീടിന്റെ ഏത് മെറ്റീരിയലും ഉപയോഗിക്കാന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു മെയിൻ കാര്യം ഉണ്ടല്ലോ, അതാ ഈ ഷോപ്പിൽ വന്നപ്പം നമ്മളിങ്ങനെ എല്ലാം നോക്കുമായിരുന്നു. കാരണം ഇവിടെ മാക്സിമം ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് അല്ലേ. അതൊക്കെ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാമോ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക്? ഇതിൽ 2 ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 മെറ്റീരിയലാണ്. ഒന്ന് ലവാദിയ ബ്ലാക്ക് ആണ്. ഇത് ലവാദിയ ബ്ലാക്ക് അതിന്റെ ഒരു പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോൺ സിംബറിൽ പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ്. അതും കട്ട് ചെയ്താണ് നമ്മൾ ഓരോ ഡിസൈനാക്കി കൊടുത്തിരിക്കുന്നത്. ഒരു ബീം വരുന്നുണ്ട്. അത് നോർമലായിട്ട് ഇത് ചെയ്തതാണ്. അതായത് ഇത് ബീഡിംഗ് ഒന്നും നോർമൽ ടൈല് ഫിക്സ് ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. റൂഫ് നോക്കുകയാണെങ്കിൽ അത് ജിപ്സാണ്. ജിപ്സം ചെയ്തിട്ട് പിന്നെ ഫോം ഷീറ്റ് ഒക്കെ ചെയ്തതാണ്. ജിപ്സം ചെയ്തിട്ട് അതിന്റെ ഫോം ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഈ ഫോം ഷീറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ? ഇത് നിങ്ങൾ ഡയറക്റ്റ് നമുക്ക് വാൾമേൽ ഒട്ടിക്കാം, സീലിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ജിപ്സം ചെയ്താണെങ്കിൽ ജിപ്സത്തിന് മേലെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബ്രിക്സിന്റെ ഒക്കെ സ്റ്റൈലിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3D എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ അതിനുള്ള ഡെമോ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും. വരുന്നുണ്ട് സ്റ്റിക്കർ വരുന്നുണ്ടല്ലേ? ഞങ്ങളൊരു ഗം ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം പശ വെച്ച് ഒട്ടിച്ച് ഭംഗിയായിട്ടിരിക്കും. എന്നാ സേഫ്റ്റിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും കോൺക്രീറ്റ് ഹൗസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര തേച്ച് മിനുക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ ആളുകൾ മാറി ചിന്തിക്കണം. അപ്പോൾ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ് സമയം കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്നുള്ള ആ രീതിയിലോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പോളിഗ്രാനൈറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ അല്ലേ പുതിയ കാലത്തെ കെട്ടിട നിർമ്മാണ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ പോളിഗ്രാനൈറ്റ് ഷീറ്റ് അല്ലേ? ഈ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഓഫീസിന്റെ ഇതിൽ തന്നെ നമുക്ക് ആ കിച്ചൺ ക്യാപ്സ് കാണാൻ പറ്റും അല്ലേ? ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ഈ വാർഡ്രോബ്സ് കിച്ചൺ എല്ലാം നിങ്ങൾ ഇതെന്റെ മെറ്റീരിയൽ വരുന്നത്? PVC ഷീറ്റാണ് വരുന്നത്. അപ്പം ഈ പോളിഗ്രാനൈറ്റ് ഷീറ്റ് അല്ലാതെ നിങ്ങൾ ഇതും ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിലോട്ട് വേണ്ട ഈ കിച്ചൺ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും മെയിനായിട്ട് ഇത് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കിച്ചൺ അല്ലെങ്കിൽ ബാത്റൂം ടോയ്ലറ്റ് പോലുള്ള ഏരിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക അല്ലേ? ഓക്കെ, അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പം വീട് പണി നടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വീട് പണി കഴിയണമെന്നൊക്കെ പറഞ്ഞാൽ ടൈലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരു സമയമല്ലേ? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഈ ഷോപ്പിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുണ്ടോ സോഫയുടെ ഇത് ടേബിള് എല്ലാത്തിലും ഇത് തന്നെ അപ്ലൈ ചെയ്തതായിട്ട് കാണാം. അത് ശരി, അത് ഞാനിപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ? അതിന്റെ മേലെ ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ്. ഉള്ളിൽ എന്താ മെറ്റീരിയൽ ഉള്ളത്? ഉള്ളില് പ്ലൈവുഡാണ്, പ്ലൈവുഡിന്റെ മുകളിൽ ചെയ്യുന്നത്. അതേമാതിരി കിച്ചൺ കബോർഡ് വരെ നമുക്ക് ഗ്രാനൈറ്റ് ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഗ്രാനൈറ്റിന്റെ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. എവിടെ വേണേലും നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ലൊരു പ്രതലം ഉണ്ടെങ്കിൽ അല്ലേ? ഒരു വുഡൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫർണിച്ചറിനേക്കാളും കോസ്റ്റ് കുറവല്ലേ ഫർണിച്ചറിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നത്? ഫർണിച്ചറിൽ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയാണ്. അപ്പോൾ പ്ലൈവുഡ് മതി. പ്ലൈവുഡ് ആയാലും കുഴപ്പമില്ല. പ്ലൈവുഡിന്റെ മുകളിൽ ഇത് പോളിഗ്രാനൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അതിനെ തടഞ്ഞു. ഡൈനിങ് ടേബിൾ ഒക്കെ ക്ലീൻ ആക്കാനും ഒക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു രീതി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് എന്തെങ്കിലും അഴുക്ക് വീണാലോ അല്ലെങ്കിൽ വെള്ളം വീഴുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും തീ പിടിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം സർവൈവ് ചെയ്യും? ഇത് വെള്ളം വീണ് കഴിഞ്ഞാലും അഴുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അഴുക്ക് വീണ് കഴിഞ്ഞാലും നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. കുഴപ്പമുണ്ടാവില്ല. ആ വാഷ് ചെയ്ത് പോകുന്നുള്ളത് ഞാൻ ശരിക്കും കാണിച്ചു. ഇത് ഗ്രീസാണ്. ഗ്രീസൊന്നും ഇപ്പൊ നമ്മള് വീടുകളിൽ വരില്ല. ഇപ്പൊ വീട്ടിലൊക്കെ വരുന്ന വെച്ചാൽ കരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് വാഷ് ചെയ്തിട്ട് പറ്റും. വാഷ് ചെയ്യണമെന്നില്ല, വൈപ്പ് ചെയ്താൽ പോവാ, കുഴപ്പമില്ല. ഇത് തുടച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇത് ക്ലീൻ ആയി. ഇപ്പൊ ഞാൻ ക്ലീൻ ചെയ്ത് ഇതില് എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇനി അത് കത്തിച്ച് കാണിച്ചു തരാം. ഇല്ല, പുകയൊന്നും പോലും ഇല്ലേ? പുകയും പിടിക്കത്തില്ല. പുക പിടിക്കും. പുക പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതിന്റെ സർവൈവിങ് കപ്പാസിറ്റി നമ്മൾ കണ്ടു. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ തോന്നുന്നല്ലേ? അല്ലേ അഞ്ചു?
അത് നമുക്കിത് ഇങ്ങനെ വാളിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നുണ്ടോ? ഈറ്റെക്സിന്റെ വരെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഗമ്മാണ്. ഈറ്റെക്സ് യൂസ് ചെയ്താലും മതി. ഇത് സാധാരണഗതിയിൽ ഉണങ്ങാനായിട്ട് നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കുറച്ച് സമയം ഒരു ഈറ്റെക്സിന്റെ ഫിക്സിങ് തന്നെ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് അല്ലേ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഫിക്സിങ് ആയിട്ട് സെറ്റായിട്ട് സീലിങ്ങിൻ്റെ മുകളിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിനുകൊണ്ട് തന്നെ നമുക്ക് വാളിനൊക്കെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനും വേണ്ട, കറക്റ്റ് ഫിക്സ് ആവും. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫിക്സിങ് കണ്ടു. ഈ വാൾ മുഴുവൻ ഇപ്പോൾ ആ രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇതിനകത്ത് നമ്മൾ ഹോൾസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഡ്രിൽ ചെയ്ത് എന്തെങ്കിലും ഒരു കറണ്ടറോ എന്തെങ്കിലും തൂക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുന്നവരാണ് അല്ലേ? ഡ്രിൽ ചെയ്ത് യെസ്. അപ്പോൾ ആ പ്ലോട്ടുകളൊക്കെ നോക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ? ഡ്രില്ല് ചെയ്യുമ്പോൾ പൊട്ടൊന്നുമില്ല, പൊട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് പോളിഗ്രാനൈറ്റ് ഷീറ്റ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഇത് മറ്റ് ഇപ്പോൾ പൊട്ടിയിട്ടിട്ട് ഭിത്തി ഫിനിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റർ വർക്കുകൾ ചെയ്യുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഭംഗിയും കൂടുതൽ കിട്ടുന്നൊരു മെറ്റീരിയലാണ് ഈ പോളിഗ്രാനൈറ്റ് ഷീറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഇതിപ്പോൾ നല്ല കേരളത്തിലൊക്കെ നന്നായിട്ട് വേരോടെ കഴിഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പോളിഗ്രാനൈറ്റ് ഷീറ്റിന് നല്ലൊരു ഡീലറെ വേണം അല്ലേ? അതേപ്പറ്റി നിങ്ങൾ സംസാരിച്ചോളൂ. ഒരു ഡീലറല്ല, കുറെ പേര് വേണം. ഇന്ത്യ എന്റർപ്രൈസസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് പോളിഗ്രാനൈറ്റ് ഷീറ്റ്. അതെ, നമ്മുടെ പ്രിൻസിപ്പാൾ ഓഫ് കമ്പനിയാണ് ബിസിനസ് ബെഞ്ച്. അപ്പോൾ ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഓൾ കേരള നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡീലേഴ്സിന് ആവശ്യമുണ്ട്. അപ്പം ഡീലേഴ്സ് ആൻഡ് സബ് ഡീലേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. 1 ഡിസ്ട്രിക്റ്റിൽ നമ്മൾ 2 ഡീലേഴ്സിനാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. 14 ജില്ലകളിലും വെച്ച് 24 പേര് വേണം, 28 പേര് വേണം. അതെ അതെ. അപ്പൊ ഇവിടെ നമ്മുടെ കമ്മണവരുടെ ബ്ലോഗിൽ കൂടെ കുറെ പേർക്ക് ഒരു ബിസിനസ് സാധ്യതയും കൂടെ തെളിഞ്ഞിരിക്കുകയാണ്. വലിയ ജോലി സാധ്യത വിളിച്ചിടപ്പുണ്ട്. അതിന്റെ അണ്ടറിൽ നമുക്ക് സബ് ഡീലർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. എഞ്ചിനീയേഴ്സ് ഇവർക്കൊക്കെ നമുക്ക് സബ് ഡീലർ എന്നുള്ള ഓപ്ഷൻസ് വേറെ. അപ്പൊ അങ്ങനെ നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും വിളിക്കാം നിങ്ങൾ. അതെ അതെ അതെ. കസ്റ്റമേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള അത് മാത്രമല്ല അവരുടെ അണ്ടറിലും നമുക്ക് ഒരുപാട് ലേബേഴ്സിന് കൊടുക്കാവുന്ന വർക്ക് കൊടുക്കാവുന്ന ഒരു സാധ്യത കൂടി ഇതിലുണ്ട്. സാധാ ഒരു കാർപ്പന്ററിന് വരെ ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവർക്ക് വരെ ഇതിൽ ജോലി സാധ്യത കൂടുതലുള്ള. അതെ അതെ അതെ, ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് മാനേജർ റിയാസിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രോജക്ട് മാനേജർ ഉണ്ട്, ഒരു ലോജിസ്റ്റിക്സ് മാനേജർ, എല്ലാവരും ടീം വർക്കായിട്ട് നല്ലൊരു ഹെൽപ്പായിട്ട് ഇത് നമുക്ക് ബിസിനസ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഒരു വീട്ടില് നമുക്ക് ഹോളുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് പുറമെ നമുക്കൊരു ചെറിയൊരു ബിസിനസ്സിലോട്ട് കിടക്കാനുള്ള ഓപ്ഷൻ കൂടി ഇവർ തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ കണ്ടു അല്ലെ? നമ്മളൊരു പെയിന്റ് ചെയ്തെടുക്കുന്ന ഒരു വീടിനേക്കാളും കൂടുതൽ നാളുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പം എന്തായാലും ഇതിന് പിന്നിലുള്ള ഈ ബിസിനസ് സാധ്യത നിങ്ങൾ തള്ളിക്കളേണ്ട. തീർച്ചയായിട്ടും ഓരോ സംരംഭം തുടങ്ങാൻ ആവശ്യമുള്ളവർക്ക്, ആഗ്രഹമുള്ളവർക്ക്, സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോളിഗ്രാനൈറ്റിന്റെ ഈ ഒരു ഡീലർഷിപ്പിൽ പങ്കുചേരാവുന്നതാണ് കേട്ടോ. നമുക്ക് അതിന്റെ ഫുൾ ഇൻഫർമേഷൻ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ വിളിക്കുക, കസ്റ്റമേഴ്സ് ആണെങ്കിലും വിളിക്കുക, പിന്നെ ഡീലർഷിപ്പിന് താല്പര്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് ആണ് വേണ്ടെങ്കിലും, ജോലിയാണ് വേണ്ടെങ്കിലും, ഡീലർഷിപ്പാണ് വേണ്ടെങ്കിലും താഴെ കാണാൻ നമ്മൾ വിളിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര പോളിഗ്രാനൈറ്റ് ഷീറ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടീം കേട്ടോ. ഹലോ, ഹായ് പറ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് കിട്ടുമ്പോൾ ഷെയർ ചെയ്യുക. അപ്പം ഇതുവഴി കിട്ടുന്ന ഒരു ജോലി സാധ്യത തള്ളിക്കളേണ്ട, ഒരു സംരംഭം തുടങ്ങാനുള്ള സാധ്യത തള്ളിക്കളേണ്ട. അപ്പം എന്തായാലും താഴെ കാണാൻ നമ്മൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ എല്ലാവരും കാണാം അല്ലേ? അപ്പോൾ എല്ലാവരും ബൈ.